ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും അല്ല എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അഭിപ്രായം പറഞ്ഞാലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്. ഇത് അവളുടെ വീടാണ്. നമ്മൾ എവിടെ പോയാലും, ഏത് വീട്ടിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയാലും അവിടെയൊക്കെ സ്വാമിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ അവളുടെ വീട്ടില് ഞങ്ങൾ കയറി ചെന്നപ്പോ തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ വെക്കുന്നതാണ് നിത്യം. നമുക്കതൊക്കെ കണ്ടപ്പോൾ വളരെ വളരെ പോസിറ്റീവ് വൈബായിരുന്നു. വളരെ സന്തോഷമായി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് നമ്മളവളെ. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇവളുടെ പേര് ലതിക എന്നാണ് കേട്ടോ. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ കേട്ടാ വീണ്ടും ഇതുപോലെ നേരിട്ട് കാണുന്ന ഒരു അവസരം വന്നത്. ഫേസ്ബുക്കിൽ അവൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവളുടെ ഫ്രണ്ടാണ്. സംസാരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണെന്നുള്ളത് വരുന്നത്. കാരണം അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തെന്ന് വെച്ചാൽ എനിക്ക് തീരെ വണ്ണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ചക്കപ്പോത്ത് പോലെ വീർത്ത് കെട്ടിയിരിക്കുന്നത്. ആ സമയത്തൊന്നും എനിക്ക് വണ്ണം ഉണ്ടായിട്ടില്ല. എന്നെ നേരത്തെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തീരെ വണ്ണമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ പിന്നീട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ ആ നിൽക്കുന്നത് അവളുടെ മൂത്ത മകളാണ്. ഇത് രണ്ടാമത്തെ മോനാണ്. മറ്റേത് ആ ഡ്രസ്സ്, അതായത് ഉടുപ്പ് പോലെ ഇട്ടേക്കണത് ചേട്ടന്റെ മകളാണ്. അപ്പോൾ അവർ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വർക്കിന് പോയേക്കണായിരുന്നു. ഇത് അവര് ആ പാടൂലെ ഫ്രണ്ടിൽ കാണുന്ന ആ പാടത്തുനിന്ന് പിടിച്ച ബ്രാലാണ് കേട്ടോ. അവിടെ ശംഖുവരെയും പാമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഭയങ്കര പേടിയായിട്ടാണ്. എനിക്ക് പാമ്പെന്നൊക്കെ പറഞ്ഞ ഇഷ്ടമാണെങ്കിലും പേടിയാണ് അവറ്റുള്ള. പിന്നെ ഇവരെ 3 സൈഡിലും പാടമാണ്. നെല്ലൊക്കെ കൃഷി ചെയ്യണം. പാടൂലെ കരപ്പാടോ അങ്ങനെ എന്തോ ഇത് പറഞ്ഞായിരുന്നു. ഇവള് താമസിക്കുന്നത് തൃശ്ശൂര് കാഞ്ഞാണി അങ്ങനെ ഏതൊരു സ്ഥലത്താണ്. എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. ഇവിടെ ശരിക്കും വീട് നായരമ്പലത്താണ് കേട്ടോ. അപ്പൊ ഞങ്ങള് തിരിച്ച് യാത്രയൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ചു. ചേട്ടനെ മാത്രം കാണാൻ പറ്റിയില്ല. ആ ഒരു വിടവ് നികത്തണം ഇനി. അപ്പൊ ഇനി ചേട്ടനുള്ളപ്പോ ചെല്ലാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ തിരുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇനിയും എങ്ങനെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ.